ഇവിടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കിയത്. വായിൽ വെള്ളി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും സാരമില്ല, മഴയ്ക്കല്ലേ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ തെറ്റിക്കൊക്കെ പോകും. പിന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കിച്ചനും ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ രാത്രി കഴുകിയിട്ട് ഇതുപോലെ ട്രേയിലാക്കി വെക്കും. അപ്പോൾ കുപ്പികളൊക്കെ ഒന്ന് നേരെയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. ആ ട്രേ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അതിലൊന്നും ഇല്ലാത്തപ്പോഴാണ് കാണാനൊരു ഭംഗി. അപ്പോൾ നിറഞ്ഞെടുക്കുമ്പോൾ എന്തോ ഒരു മരിയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ ബാക്കി എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച്, പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് ഇതുപോലെ ഉണക്കാറാണ് കേട്ടോ. കിണറിൻ്റെ മേലെ ഇങ്ങനെ ഉണക്കാറാണ്. അപ്പോൾ അങ്ങനെ ഉണക്കി അവിടെ വെക്കുന്നുണ്ട്. ഇനിയും കുറച്ച് കുപ്പികളൊക്കെ കഴുകി ഉണക്കാനുണ്ട്. ഓണൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെക്കണമെങ്കിൽ പാത്രങ്ങളൊക്കെ വേണമല്ലോ. അപ്പം പിന്നെ കഴുകാനൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണി അവിടെ കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ ഇതാ കറി വെക്കുകയാണ്. മീൻ കറിയിലേക്കുള്ള തേങ്ങയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കറി അവിടെ നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഒഴിക്കാനും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫുഡുകൾ ഒന്നും ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിക്കില്ല. അപ്പം എനിക്കിത് അതുപോലെ ഒരു തൊട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ തൊട്ടിലില്ലേ, അതേപോലെ. അപ്പോൾ ആൾ ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. നല്ല സുഖത്തിൽ ആൾ ഉറങ്ങുന്നുണ്ട്. തലയ്ക്കൊക്കെ കൈയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. പിന്നെ ഇതാ ഞാൻ വേഗം പോയി ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛനും ഞാനും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച്. പിന്നെ അത് വൈകുന്നേരം ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ചെണ്ടുമല്ലീൻ്റെ തോട്ടം ഉണ്ടായത്. ഇതിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോയി. നിറയെ പൂക്കളുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു, ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ന്യൂസിലും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അറിയാത്തവരൊക്കെ വഴി ചോദിച്ച് തന്നെ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുണ്ടൽപേട്ട വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതാ നിധിമോളെയും കൊണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അധികമൊന്നും നിന്നിട്ടില്ല, നിധി ഉള്ളതുകൊണ്ട് പിന്നെ വേഗം തന്നെ പോകുന്നു കേട്ടോ. എന്നാൽ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓറഞ്ചുള്ള ചെട്ടിയുണ്ട്. അങ്ങനെ പോയി വന്നതിൻ്റെ ശേഷം നിധി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയതാ ഞാൻ ഉറക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ രാത്രിത്തേക്കുള്ള പണി നോക്കുകയാണ്. അപ്പോൾ എനിക്ക് നിധി ഉറങ്ങി എഴുന്നേറ്റുണ്ട്. അപ്പോൾ ശ്രീകുട്ടി ഉണ്ടെങ്കിൽ പിന്നെ അവളെടുത്ത് നടന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് പുറത്ത് ജനൽ അടച്ചില്ലായിരുന്നു, അതൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഒരു പപ്പായ ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്കും പിന്നെ ഭയങ്കര വിശപ്പായി. അപ്പോൾ പിന്നെ പപ്പായ കഴിച്ച്. പിന്നെ ശ്രീകുട്ടിക്ക് പിന്നെ പപ്പായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ അവൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അവൽ വറുത്തെടുത്ത് അതിൽ തേങ്ങയും പഞ്ചസാരയും പഞ്ചസാരയില്ലേ ശർക്കരയും കൂടെ ഇട്ടാൽ മതി. ഞാൻ ശർക്കര ഇട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ ബൈ.